ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടാവുന്ന ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. ഇതിനു വേണ്ടി ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി വന്ന ചോറോ ചൂട് ചോറോ ഏതായിരുന്നാലും കുഴപ്പമില്ല. ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അടുത്തതായി ഒരു ബൗളിലേക്ക് 250 ml കപ്പിന്റെ അളവിൽ പുട്ടുപൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഡബിൾ ഹോസിന്റെ വൈറ്റ് പുട്ടുപൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലാവുമ്പോൾ കുറച്ചുകൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടൊക്കെ കിട്ടുന്നതാണ്. ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മൈദയാണ്. ഞാനിവിടെ 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം, പക്ഷേ രണ്ടും രണ്ട് ടേസ്റ്റാണ്. അതുകൊണ്ട് ഇതുപോലെ തയ്യാറാക്കുന്നതിന് മൈദ തന്നെയാണ് നല്ലത്. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ആ ഒരു ചോറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് ഒരു നുള്ള് സോഡാപ്പൊടി, 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. മണമില്ലാത്ത ഏത് ഓയിലായിരുന്നാലും കുഴപ്പമില്ല. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലപോലെ കൈവച്ചൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇത് കുഴച്ചെടുക്കുമ്പോൾ ഒരുപാട് ലൂസ് ആവരുത്, എന്നാൽ നല്ല ടൈറ്റും ആവരുത്. ഒരു ചപ്പാത്തിക്ക് പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു രീതിയിൽ കുഴച്ചെടുക്കണം. നമുക്കിത് പരത്തിയെടുക്കാനുള്ളതാണ്. അപ്പം അങ്ങനെ പരത്താൻ പറ്റുന്ന നല്ലൊരു ഷേപ്പിൽ കിട്ടുന്ന ആ ഒരു പരുവത്തിൽ വേണം ഇത് കുഴച്ച് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇത് കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചൊന്ന് വെള്ളത്തിൻ്റെ ആവശ്യം വന്നിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഒരു 1/4 കപ്പിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു 3 ടേബിൾ സ്പൂൺ അളവിലുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു വലിപ്പത്തിലാണ് ഉരുട്ടിയെടുത്തിട്ടുള്ളത്. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള വലിപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതുപോലെ എല്ലാ മാവും ചെയ്തൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതുപോലെ ഒരു ബോർഡിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം മൈദപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഈ ഒരു മാവ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഒരുപാട് നൈസാക്കിയിട്ടല്ല, എന്നാൽ നല്ല കട്ടിയും അല്ല. ഒരു ഇടത്തരം പരുവത്തിലാണ് ഞാനിപ്പോൾ ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഒരു അടപ്പ് വെച്ചിട്ടൊന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, നല്ലൊരു ഷേപ്പിൽ കിട്ടാനാണ്. ഈ ഒരു പരുവത്തിലാണ് ഞാനിപ്പോൾ ഈ ഒരു മാവ് പരത്തിയെടുത്തിട്ടുള്ളത്. ഈ ഒരു ബാലൻസ് മാവ് നമുക്ക് കളയേണ്ടതില്ല, എല്ലാം കൂടി ലാസ്റ്റ് നമുക്ക് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരെണ്ണം കൂടെ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ എല്ലാം ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഇതിനു വേണ്ടി കുറച്ച് മൈദപ്പൊടി ഈ ഒരു ബോർഡിലേക്ക് ഇട്ട് കൊടുത്തു. വീണ്ടും അതിലേക്ക് ഒരു മാവ് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ഷേപ്പിലൊന്ന് പരത്തിയെടുത്തു. എന്നിട്ട് ഇതുപോലൊരു വക്കുള്ള അടപ്പ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അധികം ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ എല്ലാം ചെയ്തൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റവിലേക്ക് ഒരു കടായി വെച്ച് കൊടുത്തു. ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ പരത്തി വെച്ച ഒരു മാവ് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് കുറച്ചൊന്ന് വെന്തെന്നാവുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് പൊള്ളി വരും. അപ്പോൾ ഇതാ നന്നായിട്ട് പൊള്ളി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് മാറ്റാം. ഒട്ടും എണ്ണ കുടിക്കത്തില്ല. ഇതെടുത്ത് മാറ്റിയതിന് ശേഷം വീണ്ടും ഒരെണ്ണം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഒരു സൈഡ് വെന്ത് വന്നപ്പോൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുത്തു. ഇപ്പോൾ ഇതാ നന്നായിട്ട് പൊള്ളി വന്നിട്ടുണ്ട്. ഒരേ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം. ഇത് എത്ര എണ്ണമാണോ ഫ്രൈ ആക്കി എടുക്കുന്നത് അത്രയും സമയം വരെ, എങ്കിലേ എല്ലാം ഒരുപോലെ കിട്ടുള്ളൂ. ഞാനിപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ എല്ലാം ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറേ സമയം വരെ, അതായത് ഒരു 1-2 മണിക്കൂറോളം ഇതുപോലെ തന്നെ പൊള്ളി തന്നെ ഇരിക്കും. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി കിട്ടി. നല്ല ടേസ്റ്റാണ്, എത്ര കഴിച്ചാലും മടുപ്പ് വരില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.